എന്തായി? ശവം പഞ്ചായത്തുകാരെ കൊണ്ട് കുഴിപ്പിച്ചിട്ടു. കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാര്യം? അവളെ കുടിയിറക്കി. നാളെ മല കടത്തി വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ശരി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നാളെ വീട്ടിൽ പോയി വാങ്ങിച്ചോ. ഓ, ഓക്കെ. അനിയത്തി മീനാക്ഷിയുടെ മോൻ. മീനാക്ഷി എന്നടി? മീനാക്ഷി ചൊന്നത് എന്നാക്ഷി? അമ്മാവൻ വരണം. മോനെ, നീ വെറുതെ അവിടെ കുത്തിയിരിക്കണ്ട. ഒന്ന് ചുറ്റി കറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. പോയിക്കോ പോയിക്കോ. നന്നായിട്ട് കലക്കണം. മുഴുവൻ ചാണകം ഇട്ടേ. അയ്യോ, എന്താണ് കൊണ്ടാ വായി മുറിച്ചിരിക്കുന്നേ? വേമ്പോ വെള്ളം എടുത്തു പാടാ. വേഗം കലക്കണം ചന്തു. വേഗമാട്ടെ. ആനന്ദ ടീച്ചർ വരുന്നുണ്ട്. ചന്തു, നീ വേഗം കല്ലെടുത്തു. അരുവാ മാതിരിയുള്ള ചരക്ക ഏറ്റ ഈ ഒരെണ്ണം ഇന്നത്തേക്ക് മതി. ആകെ വൃത്തികേടായല്ലോ ടീച്ചറെ. വല്ല കന്നുകാലികളും ചവിട്ടി തള്ളിയതാവും. എടാ മണിയാ, നീ ആ വെള്ളം മുമ്പ് ഇതാ നായർ കടലിക്ക. നായർ പതുക്കെ ഉണ്ടാക്കിയാ മതി. നീ ആ വെള്ളം മറവിലിട്ട് വെച്ചുകൂട്. ടീച്ചർ അങ്ങോട്ട് ചെന്ന് ദേഹമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്.
ചിപ്പു, വലിയ ഉപകാരമായി. ഇങ്ങനെയൊക്കെ അല്ലേ ടീച്ചറെ ഉപകരിക്കാൻ പറ്റുള്ളൂ. ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ എന്ന് പാടിയത് ആരാടാ മണിയാ? നമ്മളെ മലയാളം പഠിപ്പിച്ച മുൻഷി സാർ. എന്നാൽ അയാൾ ടീച്ചറെ കണ്ട് മനം നൊന്ത് പാടിയതാവും. അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പഴത്ത നായരെ നീ എന്നോട് പുല്ലി ചെയ്തടാ. ഇത് കണ്ടോ, കോഴി പിടിച്ച കൈയാടാ. ഒരൊറ്റ ഇടിക്കുന്നില്ല മോളെ ഞാൻ വീണ വായിപ്പിക്കൂടാ. നീ ഏത് കോഴി പിടിച്ചാലും ചങ്ങൂര് ഒന്നുമില്ലടാ. വാസി നടക്കുന്ന വണ്ടി കാരണം എനിക്ക് വണ്ടിയും വേണ്ട ചിട്ടിയും വേണ്ട. എനിക്ക് കാലുണ്ടാ. എത്ര കാല്? 2. ബാക്കി എവിടെ പോയി? ബാക്കി ഞാൻ തല്ലി ഒടിച്ചു. നീ വെളുത്തു. സ്വാമി ഇപ്പൊ വണ്ടി കയറുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ പോണു. ഇല്ല പിന്നെ കണ്ടോളാ. വേണ്ട, പിന്നെ ആക്കണ്ട. ഇപ്പൊ തന്നെ കണ്ടോ. വെറ്റിയിലുള്ളു കൊടുത്ത വിദ്യയൊക്കെ ഭംഗിയായിട്ടുള്ളൂ, ഒന്നും മോശമായിട്ടില്ല. തന്റെ വിദ്യകളൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് നാലിശോട് നൃത്തം അഭ്യസിച്ചു കൊടുത്താൽ പോലും. അല്ല, വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ തന്റെ തോളിൽ തലയിരിക്കുന്നതിന് പകരം എന്റെ തകരായിരിക്കും ഇരിക്കുക. അത് ഓർമ്മിച്ചോളൂ. നിങ്ങൾ എന്താണ് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ യാതൊരു കളങ്കവുമില്ലാത്ത ശുദ്ധ ബ്രാഹ്മണനാണ്. അതിനാണ് ഉമക്ക് ശിങ്കാരപ്പെട്ടാൽ എന്റെ പേര് വന്നത് ശുംഭർ. അസൂയ കൂട്ടങ്ങള് വെറുതെ പറയുന്നതല്ലേ സ്വാമി. നൃത്തം ചെയ്യാൻ മാത്രമായിട്ട് ബ്രഹ്മാവ് പടച്ചുവിട്ട ശരീരം മാതിരിയുണ്ട്. അത് പണ്ടേ എല്ലാരും ചൊല്ലിയിരുന്നതാക്കും. എന്റെ ശരീരവടിവ് തന്നെയാ എന്റെ മോക്കുമെന്ന്. டான்ஸ் மாஸ்டர் என்ன சொல்றீங்க? എന്താ ഡാൻസ് മാസ്റ്റർ പേശാൻ ഇരിക്കുന്നത്? അസലായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശരീരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. கேட்டீங்களா மாஸ்டர் சொல்றது? சும்மா தவளையும் தூக்கி நடந்தா போறாது, கொஞ்சம் சௌந்தரிய போதம் வேணும். മുറ്റത്തെ മുല്ലയ്ക്കും മണം കാണൂല. அப்படி சொல்லி கொடுங்க மாஸ்டரே. നീ ഒരു കാര്യം ചെയ്, വെറ്റിലമാക്കെടുത്ത് ദക്ഷിണ വെച്ചെന്ന് പൊണ്ണു കയ്യിലെ കൊടു. രാജാവിന് മുമ്പേ കാര്യം മുടിയിട്ടും ഒന്നാക്കണ്ട. ഒരു 4-5 വെറ്റിലയും അടക്കി ആയിക്കോട്ടെ. ദക്ഷിണയ്ക്ക് പേർക്ക് ഒരു വെത്തല പോകാതാ. അവനോ ഇളലക്കിനായി, നീ അവനോട് ഹിറിനക്കിനായി. എന്നെ വെള്ളം കൊടുത്തുക്കോ. വെള്ളം കുറച്ച് വെത്തലയും പാക്കും ചുണ്ണാമ്പ് പോയി എല്ലാം കൊടുത്തുക്കോ. കണ്ണേങ്ക വാ. സാക്ഷാൽ മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അന്ത പാതാര വൃന്ദങ്ങളിലെ ഗട്ടിയാ പിടിച്ചുക്കോ. പോമാ. നന്നായി വരട്ടെ. ഏയ് അങ്ങനെയല്ല, ഇങ്ങനെ അരയ്ക്ക് കനം കൊടുക്കാതെ വേണം ചെയ്യാൻ. മനസ്സിലാവില്ല?
ഇനി തുടങ്ങിക്കോ, നമ്മൾ നോക്കട്ടെ. താരി തരി തക്കിന തക്കിന കിജം ജം തത്തിരി തരി തക്കിന തക്കിന കിജം ജം താരി തരി തക്കിന തക്കിന കിജം തത്തിരി തരി തക്കിന തക്കിന കിജം താരി തരി തക്കിന തക്കിന കിജം തത്തിരി തരി തക്കിന തക്കിന കിജം താരി തരി തക്കിന തക്കിന കിജം. അയ്യോ, പെൺകുട്ടികൾ മാനവരിയായി ജീവിക്കുന്നിടത്ത് എത്തി നോക്കുന്നതാ. ഇറങ്ങിപ്പോടോ.